നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗം ഇന്നാണ് വിധിയെടുത്ത്. അതേ പ്രേക്ഷകരെ, നമ്മുടെ മിത്രയും ആര്യനും ഇനി എങ്ങോട്ട്? ദേവമംഗലത്തേക്കാണോ അതോ കൃഷ്ണമംഗലത്തേക്കോ? ബാലൻ അവരെ സ്വീകരിക്കുമോ എന്നുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡ്. അതേ പ്രേക്ഷകരെ, നമ്മുടെ മിത്രയും ആര്യയും വന്നിരിക്കുന്നു. നമ്മുടെ കൃഷ്ണമംഗലത്ത് നമ്മുടെ മിത്രയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ താലിയൊക്കെ ഊരി മാറ്റി എന്നേക്കുമായി നമ്മുടെ ആര്യനെ ഉപേക്ഷിച്ച് വരികയാണെങ്കിൽ നിന്നെ ഞങ്ങൾ വീണ്ടും പൊന്നുപോലെ നോക്കിക്കോളാം മോളെ എന്നൊക്കെ നമ്മുടെ മിത്രയോട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആര്യനാണെങ്കിൽ നമ്മുടെ മിത്രയെ മാറ്റി നിർത്തി പറയുന്നുണ്ട്, നിൻ്റെ വീട്ടുകാർ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയ നല്ലൊരു അവസരം. നീ ആ താലി ഊരി മാറ്റിയിട്ട് നിൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിത്ര ഇങ്ങനെ താലി ഇങ്ങനെ പൊട്ടിക്കാനിങ്ങനെ നോക്കും. പക്ഷേ മിത്രയുടെ മനസ്സിൽ അപ്പോഴത്തേക്കും ആ താലി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ആ ഒരു ഓർമ്മകളൊക്കെ വരുമ്പോൾ നമ്മുടെ മിത്രയ്ക്ക് അത് പൊട്ടിക്കാൻ തോന്നുന്നില്ല. നമ്മുടെ മിത്ര പറയും, താലി കെട്ടിയ ആൾ നീയല്ലേ, നീ തന്നെ ഊരിക്കോ എന്ന് നമ്മുടെ ആര്യൻ്റെ അടുത്ത് പറയും. അപ്പോൾ ആര്യൻ ഇങ്ങനെ വലിയ ആളായിട്ട് ഇങ്ങനെ താലി ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി താലിയിൽ പിടിക്കുമ്പോൾ ആര്യനും ആ ഒരു താലി കെട്ടിയ ഓർമ്മകൾ ഇങ്ങനെ മിന്നി മാഞ്ഞ് പോകുക കേട്ടോ, ഇങ്ങനെ പോകുക. അപ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ എന്നിട്ട് നമ്മുടെ കൃഷ്ണമംഗലത്തെ നമ്മുടെ മിത്രയുടെ അച്ഛൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഇത് ഞാൻ കെട്ടിയ താലിയാണിത്, മരണം വരെ അവളുടെ കഴുത്തിൽ കിടക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ മിത്രയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഇനി നീ എൻ്റെ മോളല്ല, ഇനി എന്നെ അച്ഛാന്ന് വിളിക്കാൻ വേണ്ട, ഇനി എന്നെ കാണാനും ശ്രമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ആര്യൻ നമ്മുടെ മിത്രയുടെ കയ്യും പിടിച്ചിട്ട് നമ്മുടെ ദേവമംഗലത്തേക്ക് ഒരു കയറാൻ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ ഇങ്ങനെ തടസ്സം നിൽക്കുന്ന ഒരു രംഗം വരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. ബാലൻ നമ്മുടെ ദേവമംഗലത്തേക്ക് ആര്യനും മിത്രയും കയറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ ആര്യനും മിത്രയും വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരുമോ? കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള എപ്പിസോഡ് റിവ്യൂസിനും പ്രൊമോ റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.